ഇതൊരു സിനിമ റിവ്യൂ അല്ല കേട്ടോ. എൻ്റെ പേര് ഡോക്ടർ അബി ഫിലിപ്സ്. ആഹ് എന്നെ എല്ലാവരും ലിവർ ഡോക്ക് എന്നാണ് ഓൺലൈൻ മീഡിയയിൽ അറിയപ്പെടുന്നത്. ഞാൻ ഒരു കരൾ രോഗ വിദഗ്ധനാണ്. ആലുവയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഈയിടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ വാഴ രണ്ടാം ഭാഗം എന്ന സിനിമയെ പറ്റിയുള്ള കുറച്ച് കോൺട്രവേഴ്സീസ്. അപ്പോൾ അതിലൊരു കോൺട്രവേഴ്സി എന്ന് എടുത്തു പറയുന്നത്, ആ സിനിമയിലൊരു കഥാപാത്രം പലതവണയായി ആയുർവേദ അരിഷ്ടം ഇങ്ങനെ സേവിച്ച് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കരളിൽ ഭയങ്കര പ്രശ്നം വന്ന് കരൾ ഫെയിലറായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഗുരുതരമായ അവസ്ഥയിലാവുന്നു. അപ്പോൾ ഈ കാണിച്ചത് വെറും പ്രൊപ്പഗാൻഡയാണെന്നാണ് ആയുർവേദക്കാർ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇഷ്ടംപോലെ വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊപ്പഗാൻഡയാണെന്ന് പറഞ്ഞ് പലതവണയായിട്ട് അവർ പറഞ്ഞ് ഏറ്റവും അവസാനം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലോക്കൽ ബോഡി, ഇവിടെ അടുത്തുള്ളതാണ്. അവർ ആയുർവേദക്കാർ മാത്രമല്ല, അതിനകത്ത് ഈ ആയുർവേദം ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സും കമ്പനിക്കാരൊക്കെ ഉണ്ട് ആ ബോഡിക്കകത്ത്. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഈ പടം എഴുതിയ ആളുടെ അടുത്തും പ്രൊഡ്യൂസറിനും ഡയറക്ടറിനൊക്കെ എതിരെ ഒരു കേസ് കൊടുക്കുമെന്ന് ഭീഷണി കൊടുത്തു. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം, ഇതിനകത്ത് സത്യമൊന്നുമില്ല, ആയുർവേദ അരിഷ്ടം കഴിച്ച് അങ്ങനെ കരൾ രോഗങ്ങളൊന്നും വരത്തില്ല എന്നാണ് അവരുടെ ഒരു ഉന്നയിപ്പ്. അപ്പോൾ ഇതിനെ തുടർന്ന് പല പല ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത്, ഞാൻ വന്ന് പറയാനുള്ള കാരണം, ഈ കേസ് വന്നു കഴിഞ്ഞ് കുറേ വീഡിയോസ് ആൾക്കാർ ഇറക്കി. ഈ കേസിന് മുമ്പായിട്ട് ആയുർവേദ അരിഷ്ടത്തെക്കുറിച്ചും ആയുർവേദ മരുന്നുകളെക്കുറിച്ചും ജനറലായിട്ട് ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറേ വീഡിയോകൾ ഇറക്കി. ആയുർവേദക്കാർ ഇറക്കുന്നുണ്ട്, മോഡേൺ മെഡിസിൻകാർ ഇറക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു സിംഗിൾ വീഡിയോ ആക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം ഇവിടുത്തെ ഒരു വലിയൊരു സത്യം എന്ന് പറയുന്നത്, സത്യത്തിനൊരു മുഖമേ ഉള്ളൂ, 2-3 മുഖങ്ങളില്ലല്ലോ. വലിയൊരു സത്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു മോഡേൺ മെഡിസിൻ പ്രാക്ടീഷനാണ് അല്ലേ. മോഡേൺ മെഡിസിനിൽ നമ്മൾ കാണുന്ന പല മരുന്നുകളിൽ സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇല്ലെന്നാരും പറയുന്നില്ല, നിഷേധിക്കുന്നില്ല. എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയുടെ ഒരു എക്സ്പെർട്ടീസ് സെൻ്ററാണ് നമ്മുടെ സെൻറ്റർ, ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറി. അപ്പോൾ അതിനകത്ത് മോഡേൺ മെഡിസിൻ്റെ മൂലമുള്ള ലിവറിലുള്ള സൈഡ് എഫക്റ്റും അല്ലാതെ ഇതര വൈദ്യങ്ങളിൽ വരുന്ന ലിവറിലുള്ള സൈഡ് എഫക്റ്റൊക്കെ നമ്മൾ പഠിക്കുന്നുമുണ്ട്, കാണുന്നുണ്ട്, അതിനെപ്പറ്റി പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിയർ റിവ്യൂഡ് നല്ല സയൻറ്റിഫിക് ജേർണൽസൊക്കെ അതിനെപ്പറ്റി ഇഷ്ടംപോലെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഏറ്റവും കൂടുതൽ ആയുഷ് എന്ന് പറയുന്ന ഈ ഒരു ഇതര വൈദ്യത്തിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഏറ്റവും കൂടുതൽ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും സൈഡ് എഫക്ട്സും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ വന്നേക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഏഷ്യ പസഫിക് അസോസിയേഷൻ ഓഫ് സ്റ്റഡി ഓഫ് ലിവർ ഡിസീസസ് എന്ന് പറയുന്ന ഈ വലിയൊരു നമ്മുടെ ഏറ്റവും വലിയ ഹെപ്പറ്റോളജി സൊസൈറ്റിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചുറിയും ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിട്ടുള്ള ലിവർ ഇഞ്ചുറി എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളതിൻ്റെ ഭാഗം എഴുതിയേക്കുന്നത് ഞാനാണ്. അപ്പം നമുക്ക് ആ എക്സ്പെർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ശരിയായ കറക്റ്റായിട്ടുള്ള പേഷ്യൻസിൻ്റേതായിട്ടുള്ള പഠനങ്ങളും റിപ്പോർട്ട്സുമാണ്. അപ്പോൾ ആയുർവേദക്കാരുടെ ഇവിടുത്തെ വലിയൊരു എന്താ പറയുന്നത്, ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, അവരാരും ഈ സൈഡ് എഫക്റ്റ് ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒരു മരുന്ന് എഴുതുന്നു വെച്ചോ, മുടി കിളുക്കാനുള്ള ഒരു മരുന്ന് എഴുതുന്നു വെച്ചോ ഒരു പേഷ്യൻറ്റിന്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡാമേജിങ് ആയിട്ടുള്ള ഒരു സാധനം കാണും. ഇപ്പം പല ഈ പറയുന്ന ഡയറ്ററി സപ്ലിമെൻറ്റ്, ഇപ്പം മുടി വളരാനുള്ള ഡയറ്ററി സപ്ലിമെൻറ്റിലൊക്കെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ലിവറിന്. ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ലിവർ ഇഞ്ചറി ഇപ്പോൾ വേൾഡ് ഓവർ ഉള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് കഴിച്ച് ആ പേഷ്യൻറ്റിന് മഞ്ഞപ്പിത്തവും ലിവർ ഡാമേജും ഛർദിയൊക്കെ വരുമ്പം അവർ തിരിച്ച് ആ സ്കിൻ ഡോക്ടറിൻ്റെ അടുത്തല്ല പോകുന്നത്, അവരൊരു ഗാസ്ട്രോൻട്രോളജിസ്റ്റ് അല്ലെ ഹെപ്പറ്റോളജിസ്റ്റ് അടുത്തായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എമർജൻസി മെഡിസിനിലായിരിക്കും പോകുന്നത്. അപ്പോൾ അവർ കൊടുത്ത മരുന്ന് മൂലമുള്ള സൈഡ് എഫക്റ്റ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വേറെ ഡോക്ടർമാരാണ്, അവരായിട്ട് കാണുന്നത് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഈ ആയുർവേദക്കാർ പല സാധനങ്ങളും ഇങ്ങനെ കണ്ണടച്ച് എഴുതി കൊടുക്കുന്നു. അവരുടെ ധാരണ അത് സേഫാണെന്നാണ്. എന്താ വെച്ചാൽ അതിനകത്ത് സേഫ്റ്റി സ്റ്റഡീസ് ഒന്നും അവർ നടത്തിയിട്ടില്ല. അപ്പോൾ എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ, ഒരു റിലീജിയൻ മാതിരിയാണ്, എല്ലാത്തിൻ്റെ ഒരു ബിലീഫിൻ്റെ പേരിൽ അവരങ്ങ് എഴുതി കൊടുക്കുകയാണ്, എല്ലാം ശരിയാവുന്ന ഓർത്ത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പല പല സൈഡ് എഫക്റ്റ് വന്ന് കരൾ രോഗങ്ങളൊക്കെ വന്നവരൊക്കെ നമ്മുടെ അടുത്താണ് വന്നേക്കുന്നത്. അപ്പം നമ്മളാണ് ആ എൻഡ് പ്രോഡക്റ്റ് കാണുന്നത്, അതായത് ആ പേഷ്യൻറ്റിൻ്റെ അവസാനത്തെ സിറ്റുവേഷൻ നമ്മളാണ് കാണുന്നത്. ആ ഭയങ്കര സിവിയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സും അതെല്ലാം നമ്മളാണ് കാണുന്നത്. നമ്മളാണത് മാനേജ് ചെയ്യുന്നത്, നമ്മളാണ് അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തുന്നതും അതിനെപ്പറ്റി പ്രസിദ്ധീകരിക്കുന്നതും, അല്ലാതെ എഴുതി കൊടുത്ത ആളല്ല. അപ്പോൾ ഈ ആയുർവേദക്കാരുടെ ഇടയിൽ ഈ സൈഡ് എഫക്ട്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കമ്പീറ്റൻസി ഇല്ല. അതായത് അവർക്ക് അറിയത്തില്ല, അവരെ അതാരും പഠിപ്പിക്കുന്നുമില്ല. എന്നുവെച്ചാൽ പഠിപ്പിച്ച് വിടുന്നത് നാച്ചുറൽ സേഫ് ആണെന്നാണ്. അതുകൊണ്ട് ഈ ആയുർവേദ മരുന്നുകൾ സേഫ് ആണെന്നുള്ളതിൻ്റെ ധാരണ പൊതുജനത്തിന് പാടില്ല. ആയുർവേദക്കാരുടെ മനസ്സിലതിരുന്നോട്ടെ, അത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. ഈ പൊട്ടക്കണത്തിലെ തവളമാരിയാണ്.
എന്നുവെച്ചാൽ അതങ്ങോട്ട് അവർ ഏറ്റു പറയുവാണെങ്കിലേ, അതായത് ഞങ്ങളുടെ മരുന്നുകൾ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ എല്ലാം പാളി. എന്താണെന്ന് വെച്ചാൽ ഒന്ന്, അവരുടെ മരുന്നുകളിൽ ബെനിഫിറ്റ് ഒന്നുമില്ല, ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള തെളിവുകളൊന്നുമില്ല. 2000 വർഷം മുമ്പ് എഴുതിയ പുരാതന ബുക്കുകളിൽ നിന്നുള്ള തെളിവുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ശരിക്കുള്ള സയന്റിഫിക് എവിഡൻസ് ഒന്നുമില്ല. അതിന്റെ പൊക്കത്ത് ഇത് സൈഡ് എഫക്റ്റും കൂടി ഉള്ളതെന്ന് പറയുവാണെങ്കിൽ കംപ്ലീറ്റ് ബിസിനസ് അവിടെ പോകും. അതുകൊണ്ടാണ് ഇവർ എപ്പോഴും ഞങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഇല്ല, ഞങ്ങൾ സൈഡ് എഫക്റ്റ് കാണാറില്ല എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നത്, ഒരു പൊട്ടിയ റേഡിയോ മാതിരി. അപ്പോൾ അതൊരു സൈഡിൽ. അപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുള്ളതിൻ്റെ പഠനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അരിഷ്ടം, അസവം, ഇതെല്ലാം ഒരു ആസവം അല്ല അരിഷ്ടം, ഇതൊക്കെ പർട്ടിക്കുലർ ആയുർവേദ പ്രോഡക്ട്സ് ആണ്, ട്രഡീഷണൽ പ്രോഡക്ട്സ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് മദ്യം അടങ്ങിയിട്ടുണ്ട്. അതായത് 10% തൊട്ട് 12% വരെയാണ് മദ്യം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമ്മുടെ പഠനങ്ങളിൽ 20% വരെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ആസവത്തിലും അരിഷ്ടത്തിലൊക്കെ ഉള്ള മദ്യത്തിൻ്റെ അളവ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, ന്യൂസിൽ വരെ വന്നിട്ടുള്ളതാണ്. ഗവൺമെൻറ് ഈ ബിവറേജസ് ഒക്കെ അടച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓടിക്കേറിയത് അരിഷ്ടം മേടിക്കാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ അതിനകത്ത് നല്ല മദ്യമുണ്ട്, 2-3 കുപ്പി അടിച്ചാൽ ഭയങ്കര കിക്കാണ്. പക്ഷേ അത് മദ്യം മാത്രമല്ല, അതിനകത്ത് പല പല പച്ചലകളും ഉണ്ട്, അല്ലെ പച്ചമരുന്നുകളും ഉണ്ട്, ഹെർബൽ കമ്പോണൻസും ഉണ്ട്. അത് പിന്നെയും കൂടുതൽ ലിവറിനെ ഡാമേജ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അരിഷ്ടം കുടിച്ച് കരൾ കേടായ ഒരു കുട്ടിയെ പറ്റി നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഓക്സ്ഫോർഡ് മെഡിക്കൽ കേസ് റിപ്പോർട്ടിൽ. അപ്പോൾ അത് ഓൾറെഡി ഒരു നോൺ ഫാക്റ്റാണ്. അരിഷ്ടം കഴിച്ചാൽ കരൾ രോഗം വരും, അതും മദ്യം മൂലമുള്ള കരൾ രോഗങ്ങളാവും എന്നുള്ളതിൻ്റെ പഠനങ്ങളും തെളിവുകൾ സഹിതം നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒറ്റ കേസ് റിപ്പോർട്ടല്ല, ലാർജ് കേസ് സീരീസ് ഉണ്ട്. ഈയിടെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തൊരു പേപ്പറിനകത്ത്, അതായത് 386 ആയുർവേദ മരുന്നുകൾ, ഹോമിയോപ്പതി മരുന്നുകളെല്ലാം നോക്കിയപ്പം അതിനകത്തും ഇഷ്ടം പോലെ ഈ പറയുന്ന ഹെർബൽ മെഡിസിൻസിനകത്ത് മദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ചെറിയ തോതിലല്ല, നല്ല അളവിലാണ് മദ്യം അതിനകത്ത് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ ഈ മദ്യം ഇതിൻ്റെ ഒരു ഭാഗമാണ്, ഹെർബൽ ലിക്കർ എന്ന് പറയും, അതാണ് ഈ സംഭവം. അപ്പോൾ ഈ ഹെർബൽ ലിക്കറിൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അരിഷ്ടത്തിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ, ഡോസ്, ഡ്യൂറേഷൻ ഒക്കെ നമ്മൾ കാസർഗോഡ് ഇരിക്കുന്ന ഒരു വൈദ്യനോട് എഴുതി തരാൻ പറഞ്ഞ് ആ സെയിം അസുഖത്തിന് വേറെ കന്യാകുമാരിയിലുള്ളൊരു വൈദ്യനോട് പോയിട്ട് അരിഷ്ടത്തിൻ്റെ ഡോസും ഡ്യൂറേഷൻ എഴുതി തരാൻ പറഞ്ഞാൽ രണ്ടുപേരും 2 തരത്തിലായിരിക്കും എഴുതി തരുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഡോസോ ഡ്യൂറേഷനോ ഇതെങ്ങനെ ആക്ട് ചെയ്യുന്നോ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താണെന്നോ പാർശ്വഫലങ്ങൾ എന്താണെന്നുള്ളതൊന്നും പഠനമൊന്നുമില്ല. എല്ലാം ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് മാതിരി ഇവരിങ്ങനെ അടിച്ചു വിടുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അത് വളരെ വ്യക്തമായിട്ടാണ് ഈ വാഴ ഭാഗം 2 പറഞ്ഞേക്കുന്നത്. അപ്പം അതിനകത്ത് കംപ്ലീറ്റ് ഫാക്റ്റാണ്, അതിനകത്ത് ഒരു കള്ളത്തരമില്ല. അപ്പോൾ ആയുർവേദ മരുന്നുകൾ മൂലം കരൾ രോഗങ്ങൾ പലതരത്തിൽ വരാം. ആയുർവേദ മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന പച്ചമരുന്നുകൾ, അതായത് ആ പർട്ടിക്കുലർ പ്ലാന്റ് ബൊട്ടാനിക്കൽസ്, ഫോർ എക്സാമ്പിൾ ഹൈ ഡോസ് ടർമറിക്, അല്ലെങ്കിൽ നമ്മുടെ ഗിലോയ് ചിറ്റാമൃതം എന്ന് പറയും, അല്ലെ അശ്വഗന്ധ, ഇതുപോലെ പല പല വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു ബക്കൂച്ചി എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്, ഈ വിറ്റിലിഗോ സ്കിൻ ഡിസീസിനൊക്കെ കൊടുക്കുന്ന ഒരു പച്ചമരുന്ന്, അതൊക്കെ ഭയങ്കരമായിട്ട് ലിവർ ഡാമേജിങ് ആണ്. അപ്പം ബൊട്ടാനിക്കൽസ് മൂലം നമുക്ക് ലിവർ ഡാമേജ് വരാം. 2, ഇതല്ലാതെ ഇതിൻ്റെ കൂടെയുള്ള കുറച്ച് വെഹിക്കിൾസ് ഉണ്ട്, അതായത് ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ, പലതും ആൽക്കഹോൾ ബേസ് ആയിരിക്കും. അപ്പോൾ ആൽക്കഹോൾ മൂലം ഡാമേജ് വരാം. ഇതിന് പുറമെ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഹെവി മെറ്റൽസ് കാണാം. അപ്പോൾ കാഡ്മിയം, ആർസനിക്, ലെഡ്, മെർക്കുറി എന്ന ഹെവി മെറ്റൽസ് ഒക്കെ ലിവറിനെയും കിഡ്നീനെയും ബോൺമാരോ മജ്ജേനെയും ഒക്കെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഡേഞ്ചർ സാധനങ്ങളാണ്. ഇതൊന്നുമല്ലാതെ ഇതിനകത്ത് അഡൾട്രേഷൻസ് വരും. ഇവരുണ്ടാക്കുന്നതൊന്നും പ്രോപ്പർ അല്ലെങ്കിൽ എൻവയൺമെൻറ്റിൽ നിന്നുള്ള കണ്ടാമിനേഷൻ, പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും അങ്ങനത്തെ പല പല കെമിക്കൽസും ഒന്നും വേണ്ട, പഴയ കാലത്തുള്ള മോഡേൺ മെഡിസിൻസ് ഒക്കെ മിശ്രീകരിച്ചാണ് അവർ ഈ ക്രോസിനാദി പടകം സ്റ്റൈലുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഡാമേജസ് വരാം. അപ്പം ഇവർ ഈ പറയുന്ന പോലെ ഞങ്ങൾ സൈഡ് എഫക്റ്റ് കണ്ടിട്ടില്ല, അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ സുനാമി നേരിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം സുനാമി ഇല്ലെന്നല്ലല്ലോ, സുനാമി ഉണ്ട്, അത് അനുഭവിച്ച ആൾക്കാരുമുണ്ട്, അതിൽ മരണപ്പെട്ട ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാലിഷ്യമായ ഒരു ആർഗ്യുമെൻ്റ് ഇനി പ്ലീസ് കൊണ്ടുവരരുത്. രണ്ടാമത്തത്, ആയുർവേദക്കാർ എഴുതിയാൽ, ഒരു ആയുർവേദ വൈദ്യൻ പ്രിസ്ക്രൈബ് ചെയ്താൽ പാർശ്വഫലങ്ങൾ വരില്ല എന്നുള്ളതും മണ്ടത്തരമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കത്തിയിലോട്ട് വീണാലും ആരിലും ആ കത്തിയെടുത്ത് നമ്മൾ കുത്തിയാലും നമുക്ക് മുറിവേക്കും. അതുകൊണ്ട് ഒരു വിഷം ആയുർവേദ വൈദ്യൻ എഴുതിക്കൊണ്ട് അമൃതാകുന്നില്ല, അത് വിഷം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വലിയ എന്താ പറയുക, ഈ പ്രിസ്ക്രിപ്ഷൻ, ഞങ്ങൾ ഒറിജിനൽ ആയുർവേദ വൈദ്യന്മാർ ഞങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സേഫ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പൊട്ടത്തരമാണ്. അപ്പോൾ ആ ആർഗ്യുമെൻറ്റും ഒന്ന് തള്ളിക്കളയാം, വെറുതെയാണ്. ഇനി മൂന്നാമത്തത്, ഇതിനകത്തെല്ലാം നാച്ചുറലാണ്, സേഫാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്.
പാമ്പ് കടി പതിറ്റാണ്ടുകളായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് കുറേ നാളായിട്ടുള്ള പാമ്പ് കടി നമുക്ക് സേഫായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ പതിറ്റാണ്ടുകളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം ഒരിക്കലും സേഫാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പഠനങ്ങൾ തെളിയിക്കാതെ. അപ്പം പല പല ആയുർവേദക്കാരും വൈദ്യന്മാരും, ഞാൻ അവരെ ഡോക്ടർ എന്ന് വിളിക്കുന്നില്ല, ഡോക്ടർ ടൈറ്റിലുണ്ട് അവർക്ക് കേട്ടോ, ലീഗലായിട്ട് ഗവൺമെൻറ് കൊടുത്തേക്കുന്ന ടൈറ്റിലാണ്, പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഒരു ഡോക്ടറല്ല, അവരിതുപോലെ വൈദ്യന്മാരാണ്. അവർ കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് അറിയത്തില്ല, മരുന്നിൻ്റെ അകത്ത് എന്താണെന്ന് അറിയത്തില്ല, മരുന്ന് കൊടുത്ത് പേഷ്യൻറ്റിൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, സംഭവിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് എന്ത് പറ്റുന്നു എന്നും അവർക്കറിയുന്നില്ല. ഇതാണ് ഇവിടെ ശരിക്കുള്ള സത്യം. അപ്പോൾ ഈ വൈദ്യന്മാർ ഇനി ഇങ്ങനത്തെ ഇതിനെപ്പറ്റിയുള്ള വീഡിയോകൾ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ എന്തുണ്ടാക്കിയാലും ഒന്നും ഇവിടെ ഏക്കാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലായി, പൊതുജനത്തിന് മനസ്സിലായി, ബുദ്ധിയുള്ള സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിന് മനസ്സിലായി, ഈ പറയുന്ന ആയുർവേദവും ഹോമിയോപ്പതി യുനാനി സിദ്ധയും ഈ ഇതിൻ്റെ പേരിൽ എഴുതി കൂട്ടുന്ന കുറേ ഹെർബൽ മെഡിസിൻസും സപ്ലിമെൻസും മണ്ണാങ്കട്ടയൊക്കെ ഭയങ്കര പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണ്. ഇതിൽ ഒരു സംശയമില്ല. ഇത് പൊതുജനം മനസ്സിലാക്കിയാൽ മതി. ഇവന്മാരെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയാൽ സമ്മതിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ ജോലി പോകും അല്ലേ. ഒരു ആയുർവേദക്കാരൻ വന്ന് പറയാണ് ഞാൻ എഴുതിയ അരിഷ്ടത്ത് മദ്യമുണ്ട്, ആ മദ്യം കഴിച്ചാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ തീർന്നില്ല, അവരെ ബിസിനസ് കൂട്ടി. അപ്പോൾ അവരൊരിക്കലും പറയില്ല. അവർ പറയുന്നത് എന്താ, ഞങ്ങളുടെ മദ്യം പ്രകൃതിദത്തമായ മദ്യമാണ്, നിങ്ങൾ കഴിക്കുന്ന മദ്യമല്ല, അതുകൊണ്ട് ഇത് സേഫാണെന്നൊക്കെ പറഞ്ഞുള്ള തളലൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പൊതുജനം, പേഷ്യൻ്റ് പോപ്പുലേഷൻ, പേഷ്യൻറ്റിനെ നോക്കുന്നവർ, ബൈസ്റ്റാൻഡേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞിരിക്കുക. ഈ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകണ്ട. ഈ പറയുന്ന അരിഷ്ടത്തിനകത്തും ആസവത്തിനകത്തും ഈ പറയുന്ന ലേഹ്യത്തിനകത്തൊക്കെ എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ അൺറെഗുലേറ്റഡ് പ്രോഡക്ട്സ് ആണ്, നേരെ ഷെൽഫിലോട്ട് വരുന്ന, ആർക്കും ഉണ്ടാക്കി എവിടെയും വിൽക്കാം. നിങ്ങളെടുത്ത് കഴിച്ചു, നിങ്ങൾക്ക് പ്രശ്നമായാൽ നിങ്ങളുടെ പൈസ പോകുന്നു, നിങ്ങളുടെ ലൈഫിന് ഡേഞ്ചർ. അതുകൊണ്ട് ഇതുപോലത്തെ സിനിമകൾ ഇനിയും ഇഷ്ടംപോലെ വരട്ടെ. ഇതൊരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇങ്ങനത്തെ മൂവീസ്. അതുകൊണ്ട് ഈ മൂവി ഉണ്ടാക്കിയ എല്ലാവർക്കും എൻ്റെ നന്ദിയും ആശംസകളും. ഇതുപോലെ പാർട്ട് 3യും പാർട്ട് 4 ഒക്കെ ഇറങ്ങട്ടെ. ഇതുപോലെ പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ഇനിയും സിനിമാക്കാർ ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.